ഇന്ന് ഗതികെട്ട ഒരു ജനത തെരുവിലിറങ്ങിയപ്പോൾ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ആപ്തവാക്യം വന്യമൃഗങ്ങളിൽ നിന്നും ഈ ഓഫീസുകളുടെ ഇടയ്ക്ക് അകത്തിരിക്കുന്ന വനം വകുപ്പുകാരിൽ നിന്നും ജനത്തെ രക്ഷിക്കണമെന്ന്. വന്യമൃഗങ്ങളിൽ നിന്ന് മാത്രം പോരാ രക്ഷ, കാട്ടുപോത്തിനേക്കാളും കാട്ടുപത്തിയേക്കാട്ടിലും മൃഗീയമായിട്ട് ജനങ്ങളോട് പെരുമാറുന്ന വനം വകുപ്പുകാരിൽ നിന്നും മനുഷ്യരെ, കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ജനകീയ പ്രതിഷേധ മാർച്ച് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ വനം വകുപ്പുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പകൽ ഉറക്കം നടിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കാട്ടുമൃഗങ്ങളെക്കാട്ടിലും ഭീഷണി യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യജീവന് നൽകുന്നത് ഈ വനം വകുപ്പുകാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയമുള്ളവരെ സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 3 മനുഷ്യ ജീവിതങ്ങളാണ് കോതമംഗലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പിടഞ്ഞു തീർന്നത്. കാഞ്ഞിരവേലിയിൽ ഇന്ദിരായമ്മ എന്ന വീട്ടമ്മ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ചമ്പൻകുഴിയിൽ ആൻമേരി എന്ന പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് മരണപ്പെട്ടു. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എൽദോസ് കുട്ടമ്പുഴയ്ക്കടുത്ത് ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോകുമ്പോൾ കാട്ടാന വലിച്ചു കീറി അതിദാരുണമായി കൊലപ്പെടുത്തി. ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോടും നിയമ സംവിധാനങ്ങളോടും ഇവിടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ, നിങ്ങളുടെ കണ്ണു തുറക്കാൻ ഇനി എത്ര ശവങ്ങൾ കൂടി നിങ്ങൾക്ക് തിന്നാൻ വേണം? നിങ്ങൾ പറയണം. നടപടിയെടുക്കാൻ നിങ്ങൾക്ക് വനപാലകർക്ക് എത്ര ശവശരീരങ്ങൾ കൂടി വേണം? നിങ്ങൾ മറുപടി പറയണം. മനുഷ്യജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ഞങ്ങൾ പറയട്ടെ, കർഷകരും ഞങ്ങളൊക്കെ മടുത്തു, ഞങ്ങൾ ഗതികെട്ടു, ഞങ്ങളുടെ ക്ഷമയുടെ പരിധി കടന്നു. ഇനിയും ഒരു മനുഷ്യജീവിതം കൂടി കുരുതി തരാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി ഒരു മനുഷ്യൻ കൂടി മരണപ്പെടുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കട്ടെ, മാന്യമായി മര്യാദയ്ക്ക് ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ വനം വകുപ്പ് അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ആളുകൾ ഇവിടെ വരും. ഞങ്ങൾ ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറും. കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് താങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭരണമെന്ന് പറയുന്നത്, ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് ജനത്തെ സേവിക്കാൻ വേണ്ടിയുള്ള അധികാരമാണ്. ആ അധികാരം നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഇന്നലെ മൊഴിഞ്ഞു, വനപാലകർക്കൊന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന്. AC മുറിയിൽ ഇരുന്ന്, AC വീട്ടിൽ താമസിച്ച്, AC കാറിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ വേദനയും സങ്കടമൊന്നും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു മന്ത്രി പുങ്കവന് അതേ പറയാൻ പറ്റൂ. അത് മാത്രമേ പറയാൻ പറ്റൂ. ഇവിടേക്ക് ഒന്ന് ഇറങ്ങി വന്ന് താമസിക്കും, ഇവിടുത്തെ കർഷകരെയൊക്കെ ഒന്ന് കാണുക. ഇന്നലെ എൽദോസിന്റെ ശവശരീരം ഛിന്ന ഭിന്നമായി കിടന്ന ആ വഴിയുടെ അരികിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. എൽദോസ് മരണപ്പെട്ടിട്ട് 4.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇലക്ട്രിക് പോസ്റ്റില് ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞത്. അവരെ മാസങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാ. തങ്ങൾ നടന്നു പോകുന്ന ഈ വഴികളിൽ ഒരു ലൈറ്റ് വേണം. ലൈറ്റിന്റെ വെളിച്ചമുണ്ടെങ്കിൽ കാട്ടാന നിന്നാൽ ഞങ്ങൾക്ക് കാണാം. ഈ മൃഗങ്ങൾ അത് ചെവിക്കൊണ്ടില്ല. ഉള്ള ബൾബ് ഇവിടെ പലരും പറഞ്ഞു. നമ്മൾ ഈ കീരമ്പാറയിൽ നിന്ന് തട്ടേക്കാടിന് പോകുന്ന വഴിക്ക് മുഴുവൻ ഇതുപോലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പഞ്ചായത്തും ഗവൺമെന്റും സ്ഥാപിച്ചതാണ്. ഇത് സ്ഥാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ഊരിക്കൊണ്ടുപോയ ഫോറസ്റ്റുകാർ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഊരിക്കൊണ്ടുപോയി. ഇവർ പറഞ്ഞ ന്യായമെന്താ?
തടസ്സം ചെയ്യുമെന്ന്. ഈ മൃഗീയതക്കെതിരെയാണ് ജനം ഇവിടെ പ്രതികരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കാടിറങ്ങി വരുന്ന കാട്ടുപോത്തിന്റെ കാട്ടാനയെക്കാട്ടിലും മൃഗീയതയുള്ള വനം വകുപ്പിൽ നിന്നുകൂടി ഇവിടുത്തെ ജനത്തെ സംരക്ഷിക്കണം. ഇങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന ജനത്തിന്റെ മേലാണ് പുതിയ പുതിയ നിയമ പരിഷ്കരണ നിർദ്ദേശങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ വനം വകുപ്പുകാർ പറയുന്നത് എന്താ? തോട്ടിലെയും പുഴയിലെയും മണലിന്റെ അവകാശം പോലും അവർക്ക് വേണം. ഇവിടെ നിൽക്കുന്ന നിയമപാലകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവും ഉണ്ട്. നിങ്ങൾ മാന്യമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളെ ജനത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ചില ഡെസിഗ്നേഷനിലുള്ള ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് പാടുള്ളൂ. ഈ വനംവകുപ്പ് മേലാളന്മാരും കപട പരിസ്ഥിതിവാദികളും കൊടുത്തിരിക്കുന്ന ശുപാർശ എന്താ? ഏതെങ്കിലും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക്, ഒരു വാച്ചർക്ക്, ഒരു സാധാരണ ഫോറസ്റ്റുകാരന് ഒരാളെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമനിർമ്മാണമാണ് ഇവരെ നടത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ഫോറസ്റ്റുകാരെ, ഞങ്ങൾ പറയുന്നു, അത് അതിമോഹമാണ്. ഈ നിയമവുമായിട്ട് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാമെന്ന് നിങ്ങൾ ആരും കരുതരുത്. ഞങ്ങൾ അതുകൊണ്ട് ആവശ്യപ്പെടുന്നത്, ജനത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത, ജനഹിതം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വനം മന്ത്രിയാണെങ്കിൽ അങ്ങേര് രാജിവെച്ചു പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ, ജനത്തിന്റെ ഹൃദയം മനസ്സിലാക്കാത്തവൻ, ജനത്തിന്റെ പൾസ് മനസ്സിലാക്കാത്ത ഒരാൾ അധികാരത്തിൽ തുടരാൻ പാടില്ല. അതുകൊണ്ട് വനം മന്ത്രി എന്ന ആ ഒരു ശീർഷകം മാറ്റിവെച്ചുകൊണ്ട് വന്യമൃഗ വനപാലക സംരക്ഷണ മന്ത്രി എന്ന് ഈ മന്ത്രാലയത്തിന് പേരുമാറണം. ആ മന്ത്രി എന്ന് വിളിക്കണം. വന്യമൃഗ വനപാലക സംരക്ഷണ മന്ത്രി. ഞങ്ങളെ കൊണ്ട് ഇതിലും രൂക്ഷമായിട്ട് നിങ്ങൾ പ്രതികരിപ്പിക്കരുത്. ഇതൊരു അഭ്യർത്ഥന. ഗതികെട്ട ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഒരു ജനത്തിന്റെ അഭ്യർത്ഥനയാണ്. അതുകൊണ്ടാണ് അഭിവന്ധ്യ പിതാക്കന്മാർ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ മതമില്ല, ഇവിടെ ജാതിയില്ല, ഇവിടെ വർഗമില്ല, ഇവിടെ മനുഷ്യനേ ഉള്ളൂ. ഈ മനുഷ്യന് മാന്യമായി കിടന്നുറങ്ങാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കണം. അതുമാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ റോഡിന്റെയും വനാതിർത്തികളിൽ ട്രെഞ്ചില്ല, ഗുണനിലവാരമുള്ള ഫെൻസിംഗ് ഇല്ല, നമ്മുടെ ജീവന് വിലയുമില്ല. പക്ഷെ നിങ്ങൾ പോയി നോക്കൂ, ഈ ഫോറസ്റ്റ് ഏമാന്മാർ കിടന്നുറങ്ങുന്ന, അവർ താമസിക്കുന്ന പല ഫോറസ്റ്റ് ഓഫീസുകളുടെ ചുറ്റിനും ഈ ട്രെഞ്ചുണ്ട്. അതെന്തിനാ അവിടെ ട്രെഞ്ച് പണിതത്? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രെഞ്ചില്ലാത്ത, സംരക്ഷണമില്ലാത്ത, ഫെൻസിംഗ് ഇല്ലാത്ത ഫോറസ്റ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുക. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ സംരക്ഷണമൊക്കെ വേണം, ഞങ്ങൾക്ക് ഈ പരിരക്ഷയൊക്കെ വേണം. പൊതുജനത്തിന് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഓർക്കുക, നമുക്കറിയാം, വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, DFOയുടെ ഇന്നലത്തെ വെപ്രാളമൊക്കെ ഞങ്ങൾ കണ്ടു. കാരണം ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി അവരെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ശവശരീരം, ഈ മൃതദേഹം എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആന്റണി ജോൺ MLAയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറൊക്കെ DFOയോട് പലതവണ പറഞ്ഞു, നിങ്ങൾ ഈ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാതെ 10 ലക്ഷമെങ്കിലും കൊടുക്കൂ. അങ്ങേർക്ക് കഴിയല, നിയമം അനുസരിക്കണോട്ടെ, 5-ൽ കൂടുതൽ ഒപ്പിടാൻ പറ്റിയല്ല. അദ്ദേഹം വെപ്രാളപ്പെടുകയാ, അദ്ദേഹം നെടുവീർപ്പെടുകയാ, അദ്ദേഹം വലിയ പ്രസവവേദന അനുഭവിക്കുക. ഞങ്ങളിത് കണ്ടുകൊണ്ട് നിൽക്കുകയാ. അവസാനം CCF ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ചെക്ക് എഴുതി കൊടുത്തു. ജനപ്രതിനിധിയും കളക്ടറും പറഞ്ഞിട്ട് പോലും ചെയ്യാൻ തയ്യാറായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ഗതികേടാ. ആ ഗതികേടിന് കാരണം നമ്മുടെ രാജ്യത്തെ വന നിയമങ്ങളാ.
കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഈ വനനിയമങ്ങൾ മാറ്റിയെഴുതണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കാട്ടുമൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണം കൊടുക്കുന്ന, ജനത്തിന്റെ ജീവന് പുല്ലുവില പോലും കൊടുക്കാത്ത ഈ കാട്ടുനിയമങ്ങൾ അറബിക്കടലിൽ തള്ളണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജനത്തെ സംരക്ഷിക്കുന്ന, ജനത്തെ പൊതിഞ്ഞു പിടിക്കുന്ന, ജനത്തിന്റെ ഒപ്പം നിൽക്കുന്ന ജനകീയമായ നിയമങ്ങൾ, കാട്ടുമൃഗങ്ങളെയും മനുഷ്യജീവനെയും സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, ഇനിയും നിങ്ങൾ ഈ തീക്കളി തുടർന്നാൽ, ഞങ്ങൾ വളരെ വിനീതമായിട്ട് സൂചിപ്പിക്കുന്നു, ഇനിയും നിങ്ങൾ ഈ തീക്കളി തുടർന്നാൽ ഞങ്ങൾ ഇവിടെ ഇനിയും വരും, ഒരു സംശയവും വേണ്ട. ഈ ഗേറ്റിനകത്തേക്ക് ഞങ്ങൾ വരും, ഈ ഓഫീസിനുള്ളിലേക്ക് ഞങ്ങൾ വരും. അപ്പോൾ ഈ ഫോറസ്റ്റുകാരുടെ കാക്കിയൊന്നും മതിയാകാതെ വരും നിങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കാൻ. അതിനിടവരുത്തരുത് എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, പ്രിയമുള്ളവരെ, ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന കോതമംഗലം രൂപതയുടെ മെത്രാൻ, ജനത്തോടൊപ്പം, കർഷകരോടൊപ്പം, പാവങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുന്ന, മിനിയാന്നും ഈ കർഷകരോടൊപ്പം ഇവിടെ തെരുവിലിറങ്ങിയ, 6 മാസങ്ങൾക്ക് മുൻപ് 10,000-കണക്കിന് വിശ്വാസികളെ നയിച്ചുകൊണ്ട് ഈ കോതമംഗലം നഗരത്തിലൂടെ വലിയ പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പിതാവിനെ ഈ സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യാക്കോബായ സഭയുടെ കോതമംഗലം ഭദ്രാസനാധിപൻ അഭിമന്യ ഏലിയാസ് മാർ ജൂലിയസ് പത്രം അദ്ദേഹം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങളോടൊപ്പമായിരിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ഒരു ചരിത്രം യാക്കോബായ സഭയ്ക്കും അഭിമന്യ പിതാവിനും ഒക്കെ ഉണ്ട്. നമ്മളോടുള്ള താല്പര്യത്തെയും സ്നേഹത്തെയും പ്രതി ഇവിടെ എത്തിച്ചേർന്ന് നമ്മളോട് സംസാരിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന അഭിമന്യ ഏലിയാസ് മാർ ജൂലിയസ് പിതാവിനെ വളരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, SNDPയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സോമൻ ചേട്ടനുണ്ട്. അതുപോലെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സഹോദരൻ യഹിയ സഹോദരൻ ഇവിടെയുണ്ട്. അതുപോലെ വിവിധ വൈദികരുണ്ട്, വിവിധ സമുദായ നേതാക്കളുണ്ട്, മുൻ മന്ത്രി TU കുരുവിള ഉൾപ്പെടെ മുൻ ജനപ്രതിനിധികളും ഇപ്പോഴത്തെ ജനപ്രതിനിധികളുമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളുണ്ട്, പല വ്യക്തികളുമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകളെ, സഹോദരി സഹോദരന്മാരെ, സ്ത്രീകളും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.